പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. കർത്താവായ ഈശോയെ, അങ്ങ് കുരിശിൽ ചിന്തിയ രക്തത്തിന്റെ യോഗ്യതയിലും കുരിശിൽ അങ്ങ് നേടിയ വിജയത്തിലും ആശ്രയിച്ചുകൊണ്ട് അങ്ങയോട് ഐക്യപ്പെട്ട് പ്രാർത്ഥിക്കുന്ന എന്നെയും ഈ മക്കളെയും ഇവിടെ കുടുംബങ്ങളെയും ഞങ്ങളുടെ മക്കളുടെയും നാശത്തെ ആഗ്രഹിക്കുന്ന എല്ലാവിധ പൈശാചിക സ്വാധീനങ്ങളെയും അന്ധകാര ശക്തികളെയും കർത്താവായ ഈശോയുടെ നാമത്തിൽ ബന്ധിച്ച് ബഹിഷ്കരിച്ച് നിർവീര്യമാക്കി അങ്ങയുടെ കുരിശിന്റെ ചുവട്ടിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. അങ്ങയുടെ നീതി അനുസരിച്ച് അവയോട് പെരുമാറണമേ. ഞങ്ങളെ ഏവരെയും അങ്ങയുടെ പരിശുദ്ധാത്മാവിന്റെ വരദാന ഫലങ്ങൾ കൊണ്ട് നിറച്ച് സ്നേഹം, ശാന്തി, ആനന്ദം, ദയ, ക്ഷമ, നന്മ, വിനയം, സമാധാനം, സന്തോഷം എല്ലാം നിറച്ച് അനുഗ്രഹിക്കണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രിയപ്പെട്ട ദൈവമക്കളെ, വിടുതലിന്റെ നൊവേനയുടെ 5-ാമത്തെ ദിനത്തിലേക്ക് കർത്താവ് നമ്മളെ കൂട്ടിക്കൊണ്ട് വന്നിരിക്കുകയാണ്. ഞാൻ ഓർക്ക ഈ ദിവസങ്ങളില് അനേകം മക്കള് പല പല ബന്ധനങ്ങളുടെ മേഖലകള്, കെട്ടപ്പെട്ട മേഖലകള്, ഒത്തിരി പ്രതികൂലങ്ങള്, പല പല പ്രശ്നങ്ങളോടെ വിളിക്കുകയാണ്. ഈ ആത്മീയമായ പോരാട്ടത്തില് രക്ഷപ്പെടാൻ പറ്റാത്ത വിധം കെണിപ്പെട്ടു പോയ മക്കളുടെ നിലവിളികൾ അത്രമാത്രം ശക്തമായിട്ട് ഉയരുകയാണ്. ഈ പ്രാർത്ഥനയിൽ വിമോചനത്തിന്റെ ആവശ്യകത അടിയുറപ്പിച്ചുകൊണ്ട്, അരക്കെട്ട് ഉറപ്പിച്ചുകൊണ്ട് അനേക മക്കള് വിളിക്കുന്നു, നിലവിളിക്കുന്നു, പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെടുന്നു. എല്ലാ മക്കളുടെയും പ്രാർത്ഥനകളും നിയോഗങ്ങളും ഈ നൊവേനയിൽ സമർപ്പിച്ച്, ഈ വിമോചന നൊവേനയിൽ സമർപ്പിച്ച്, വിശുദ്ധ കുർബാനയെ സമർപ്പിച്ച്, കർത്താവിന്റെ കുരിശുമരണത്തിന്റെ വിജയത്തിന്റെ രഹസ്യത്തിൽ സമർപ്പിച്ച്, ആരാധനയിലും ദൈവകരുണയുടെ ജപമാനയിലൊക്കെ അതിശക്തമായിട്ട് ഹൃദയ പരമാർത്ഥതയോടെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. നമ്മളെ മക്കളെ ഓർത്ത് ഒത്തിരി വേദനിക്കുന്നു. എന്റെ പ്രിയപ്പെട്ട മക്കളെ, പിശാച് 1 പത്രോസ് 5:8 പറഞ്ഞ പോലെ നിങ്ങളുടെ ശത്രുവായ പിശാച് അലറുന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങണമെന്ന് നോക്കി നടക്കുന്നുണ്ട്. അതുകൊണ്ട് വളരെയേറെ ജാഗ്രതയോടെ അവന് കടന്നു വരാനോ കീഴ്പ്പെടുത്താനോ ഇടയാകാത്ത വിധം സംരക്ഷണവും ഈ ആത്മീയ പോരാട്ടവും അതുപോലെ നമ്മൾ നടത്തിയേ പറ്റൂ. ഈ ദിവസങ്ങളില് കുറെ പേര് വിളിച്ച ഒരു മേഖല ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കണം. അതായത് നമ്മുടെ കുടുംബ ജീവിതങ്ങളെ നശിപ്പിക്കാൻ, നമ്മുടെ വിവാഹങ്ങളെ നശിപ്പിക്കാൻ പിശാച് അതുപോലെ പ്രവർത്തിക്കുന്നു. എന്നിട്ട് ആലപ്പുഴ കുട്ടനാട് ആ ഏരിയയിൽ നിന്ന് അപ്പച്ചൻ വിളിച്ച് കരച്ചിൽ കാണും. മോന്റെ കുടുംബം, വിവാഹ ജീവിതം, 3 മക്കളുണ്ട്. ഇപ്പോൾ ആ ഭാര്യ ഒരു മുസ്ലിമുമായിട്ട് പ്രേമത്തിലാണ്. ഈ മക്കളെ വിട്ട്, ഭർത്താവിനെ വിട്ട് ഡൈവോഴ്സ് ചെയ്ത് വരാൻ പറഞ്ഞുകൊണ്ട് ഈ പ്രേമത്തിൽപ്പെട്ട അവസ്ഥയിൽ ഈ മനുഷ്യൻ ഇതിനെ വിവാഹമോചനത്തിന് വേണ്ടി പ്രേരിപ്പിക്കും. അതോടൊപ്പം തന്നെ ഈ അപ്പൂപ്പനെ പോക്സോ കേസിൽ മോന്റെ കൊച്ചങ്ങളെ പീഡിപ്പിച്ചു എന്നുള്ള രീതിയിൽ പോക്സോ കേസിൽ പെടുത്തി. ഈ അവസ്ഥയില് പ്രശ്നം വീണ്ടും ഇതുപോലെ തന്നെ സമാനമായിട്ട് വേറൊരു കേസ്, കുടുംബജീവിതം ജീവിക്കുന്ന നമ്മുടെ കുടുംബങ്ങളെ നശിപ്പിച്ചുകൊണ്ട് ഇതേ വർഗത്തിൽപ്പെട്ട ലവ് ജിഹാദ് എന്ന് പറയുന്ന പൈശാചിക പ്രവൃത്തി, ഈ വർഗത്തിൽപ്പെട്ട ഒരു വ്യക്തി, ആ വ്യക്തിയെ ഇന്ന് അതിന്റെ കേസൊക്കെയാന്ന് പറഞ്ഞ് ചങ്കുപൊട്ടി വിളിച്ച് കരയാം. പ്രിയപ്പെട്ടവര്, കേസാണ്. അവന്റെ പിന്നാലെ പോകാനായിട്ട് തീരുമാനിച്ചിറങ്ങിത്തിരിക്കുന്ന വിവാഹം കഴിഞ്ഞ ഭാര്യമാര് UK നിന്ന് ഇതുപോലെ തന്നെ കുടുംബജീവൻ ജീവിക്കുന്ന ഒരു കുടുംബം, അതിലെ സ്ത്രീയെ, ഭാര്യയെ ഇതുപോലെ വർഗത്തിൽപ്പെട്ട വ്യക്തി വശീകരിച്ച്, അതും അവനാണെങ്കിൽ കല്യാണം കഴിഞ്ഞ് അവർക്ക് എത്ര വേണമെങ്കിലും കെട്ടാലോ. എന്റെ പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ കുടുംബങ്ങളെ, നമ്മുടെ മക്കളെ വശീകരിച്ച് കൊണ്ടുപോകുന്ന ആഭിചാര പ്രവൃത്തികള്, വശീകരണ യന്ത്രങ്ങള്, അതുമായിട്ട് ബന്ധപ്പെട്ട ക്ഷുദ്ര പ്രവൃത്തികള് അനേകം സ്ത്രീയർ പറഞ്ഞ തീരാത്തത്ര അവസ്ഥകളിലാണ് സംഭവിക്കുന്നത്. നമ്മുടെ മക്കളെ ഈ പ്രേമത്തിന്റെ യുദ്ധം, ജിഹാദ് എന്ന് പറയുന്ന പൈശാചിക കുരുക്കിൽപ്പെടുത്തി വശീകരണ യന്ത്രങ്ങളിലൂടെ പിടിച്ചെടുത്ത് മക്കളെ അപ്പനെ വിട്ട്, അമ്മേനെ വിട്ട്, കൂദാശ വിട്ട്, വചനം വിട്ട്, ദേവാലയം വിട്ട് ഒരു സംരക്ഷണമില്ലാത്ത രീതിയിലേക്ക് കൊണ്ടുപോയി നശിപ്പിച്ച് കൊല്ലുന്ന, ഇല്ലാതാക്കുന്ന പ്രവൃത്തി
അച്ഛനത് പറയാൻ തുടങ്ങിയിട്ട് നാളുകളായി. ഇന്ന് ഈ വിമോചന പ്രാർത്ഥന ആരംഭിച്ചപ്പോ ഇതുപോലെ 100 കണക്കിന് കേസുകളാണ് ആളുകൾ വിളിക്കുന്നത്. ഇതിൽ പെട്ടുപോകുന്ന യുവമക്കൾ, നന്നായിട്ട് പഠിച്ചു പോകുന്ന മക്കള്, കോളേജിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥാപനം പഠിച്ചുകൊണ്ടിരിക്കുന്ന മക്കള്, ആ സമയത്തേക്ക് കയറി വന്ന് നമ്മുടെ മക്കളെ വശീകരിച്ച് പ്രേമം നടിച്ച്, ഇതൊരു കപടതയുടെ ചതിയുടെ ഒരു പ്രവൃത്തിയാണ്. അങ്ങോട്ട് സ്നേഹിച്ച് എല്ലാം ചെയ്തു കൊടുത്ത്, ചില പെങ്കൊച്ചുകൾ പറഞ്ഞ പോലെ ഒലിപ്പിക്കണ സ്വഭാവം, അതുപോലെ കെയറിങ്, അതുപോലെ സ്നേഹം കൊടുക്കല്, ഇതെല്ലാം കാണുമ്പോൾ നമ്മുടെ മക്കള് മാത്രമല്ല ഗിഫ്റ്റ് കൊടുക്കും, അതുമായിട്ട് ബന്ധപ്പെട്ട് പലതും കൊടുക്കും. അങ്ങനെ ഈ മക്കളെ വശീകരിച്ചെടുക്കും. പിന്നെ ഈ മക്കളെയൊക്കെ വ്യഭിചാര സെക്സിലേക്ക് നയിക്കും. പിന്നെ നമ്മുടെ മക്കളെ കെണിയിപ്പെട്ടു. പിന്നെ ഇവന്റെ വലയിൽ കുരുങ്ങി ഈ പിശാചിന്റെ കെണിയിപ്പെട്ട് നമ്മുടെ മക്കള് അങ്ങോട്ട് പോവാണ്. എത്രയോ കേസുകൾ. പിന്നെ അവൻ പറഞ്ഞ പോലെ നമ്മൾ ജീവിക്കണം, കുടുംബത്തിൽ പോകണം, കോംപ്രമൈസ് ചെയ്യണം, വിവാഹമോചനം, അപ്പനെ വിടണം, അമ്മേനെ വിടണം, സഭ വിടണം, മതം വിടണം. അങ്ങനെ പോയാന്നല്ല ഇഷ്ടം. ഇന്നും പോയിക്കൊണ്ടിരിക്കുന്ന മക്കള് ഇഷ്ടം പോലെയാണ്. കഴിഞ്ഞ ദിവസം ഒരു മകള് കഴിഞ്ഞ കൊച്ച, അപ്പനുണ്ട്, അമ്മയുണ്ട്, ചേട്ടന്മാരുണ്ട്, ഇവരെല്ലാം വിട്ട് നല്ല കൊച്ചായിരുന്നു. ഇതാ ഇങ്ങനെ പ്രേമക്കുരുക്കിൽപ്പെട്ടു, വശീകരിക്കപ്പെട്ടു. അവന്റെ കൂടെ പോകാൻ വേണ്ടി എല്ലാം വിടാണ്. അപ്പനെയും അമ്മയും ചേട്ടന്മാരെയും വീടും സഭയും ഉദാശയും പ്രാർത്ഥനയും കൊന്തൊക്കെ വലിച്ചു പൊട്ടിച്ചെറിഞ്ഞ് ഇതിലേക്കൊക്കെ നയിക്കുന്ന പിശാചിന്റെ ആ ശക്തി എന്താന്നുള്ളത് നമ്മൾ മനസ്സിലാക്കട്ടെ. അഭിചാരി, മന്ത്രവാദം, കൂടോത്രം. കഴിഞ്ഞ ദിവസം ഒരു പോലീസ് ഓഫീസർ, അദ്ദേഹത്തിന്റെ ഒരു ഗ്രൂപ്പ് റെയ്ഡ് നടത്താൻ വേണ്ടി പോയതാ. അവൻ ചെന്നപ്പോ മറ്റ് പോലീസുകാർ കാണാണ് ഒരു ഹോട്ടലിൽ റെയ്ഡ് നടത്തുമ്പോ ആ ഹോട്ടലിൽ ഈ പോലീസ് SP ഓഫീസർ അദ്ദേഹത്തിന്റെ വലിയ പടം വെച്ചുകൊണ്ട് അഭിചാരക്രിയ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഗ്രൂപ്പ് പിടിച്ചു. അതുമായിട്ട് പിന്നീട് ആ മനുഷ്യന് അനുഭവിക്കേണ്ടി വന്ന ഒത്തിരിയേറെ കഷ്ടപ്പാടുകൾ, നശിപ്പിക്കാനും ഇല്ലാതാക്കാനും വേണ്ടി ചെയ്യുന്ന ഇതുപോലെ ആഭിചാര്യ, ക്ഷുദ്ര, മന്ത്രവാദ, പൈശാചിക വശീകരണ പ്രവൃത്തികള് അതിശക്തമാണെന്ന് എന്റെ പ്രിയപ്പെട്ട മക്കൾ. അതുകൊണ്ടാണ് മക്കളെ ഈ പിശാചിനെ, ഇത് ആളുകളെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, ഒരു സമൂഹത്തെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് പിശാചിന്റെ ശക്തമായ പ്രവൃത്തി. അതിന് ഉപയോഗിക്കുന്ന ചില സമൂഹങ്ങള്, ചില മതവിഭാഗങ്ങള്, ചില വ്യക്തികള്, ചില പ്രവൃത്തികള്. ഇത് പിശാചാണ്. ഇത് ആരെയും കുറ്റം പറയില്ല. പിശാച് നമ്മുടെ മക്കളെ, നമ്മുടെ കുടുംബത്തെ, അവരുടെ ഭാവി ജീവിതത്തെ, അവരുടെ വളർച്ചയെ, അവരെ പുറപ്പെടുവിക്കേണ്ട ഫലങ്ങളെ തടസ്സപ്പെടുത്തുന്ന അനേക പ്രവൃത്തികൾ ഇന്ന് ഈ വക തലത്തിൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഈ പിശാചിനെ വിളിച്ചു വരുത്തി ചെയ്യുന്ന പ്രവൃത്തികൾക്ക് നമുക്ക് ഇന്നലെ കഴിഞ്ഞ ദിവസമൊക്കെ ബിസിനസ്സുകൾ തകർക്കാൻ വേണ്ടി ചെയ്ത പ്രവൃത്തികൾ, ആഭിചാരക്രിയ, ക്ഷുദ്ര പ്രവൃത്തികൾ, ഒത്തിരിയേറെ രോഗത്തിലേക്ക് നയിക്കുന്ന, കുടുംബങ്ങളെ നശിപ്പിക്കുന്ന. നാന്നോർത്തേക്ക് 2-3 മക്കളുള്ള ഭാര്യമാരെ വശീകരിച്ച് കൊണ്ടുപോകണമെങ്കിൽ ആ കുടുംബത്തെ, ആ മക്കളെ, ആ പാരമ്പര്യത്തെ നശിപ്പിച്ചു കളയല്ലേ. ഇത് പിശാച മക്കളെ, ഇത് പിശാച. അതുകൊണ്ടാണ് സഭ പറയുന്നത്, പരിശുദ്ധ ലയോ 13 മാർപ്പാപ്പ പറഞ്ഞ്, നിങ്ങൾ ബഹിഷ്കരണ പ്രാർത്ഥന പ്രാർത്ഥിക്കണം, വിശുദ്ധ മിഖായിൽ മാലാഖയോട് പ്രാർത്ഥിക്കണം. ഈശോ തന്നെ പറഞ്ഞ് പഠിപ്പിച്ചില്ല, മക്കളെ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാക്കരുതേ, അപ്പാ ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. അതുകൊണ്ട് നമ്മൾ ഇന്ന് പ്രാർത്ഥന വിട്ട്, ഈ കൂദാശ വിട്ട്, ഈ അടിസ്ഥാനങ്ങൾ വിട്ട് ഇങ്ങനെ അങ്ങോട്ട് പോവാ, രോഗാരൂപിക്ക് അടിമപ്പെട്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് സങ്കടം വരുവാ. പ്രാർത്ഥിക്കേണ്ട വൈദികർക്ക് പ്രാർത്ഥനയില്ല, സന്യാസിമാർക്ക് പ്രാർത്ഥനയില്ല, അഭിവന്യ പിതാക്കന്മാർക്ക്. ഇത് ചെയ്യേണ്ടവരാണ് അവര്, നമ്മുടെ അപ്പന്മാര്, അമ്മമാര്, നമ്മുടെ മക്കള്, ഇതൊക്കെ നമ്മളെല്ലാവരും. ആർക്കും ഒഴികഴിവില്ല. പക്ഷെ പിശാച് ഈ ഒരു മേഖല അങ്ങ് പൂട്ടിവെച്ചേക്കാം. അങ്ങനെ ഒരു സംഭവമില്ല. ഞാനോർക്കായി വിമോചന പ്രാർത്ഥന തുടങ്ങിയിട്ട് ഇപ്പൊ 4 ദിവസം കഴിഞ്ഞോളൂ, 5-ാമത്തെ ദിവസം. ഒരു 1000കണക്കിന് സന്ദേശങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വേദനിക്കുന്ന, അനുഭവിക്കുന്ന, കെട്ടപ്പെട്ട് കിടക്കുന്ന, ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന കുടുംബങ്ങള്, സാമ്പത്തിക മേഖല, മക്കള്, എന്തെല്ലാം കേസുകൾ അവരുണ്ട്. ഇതൊക്കെയാണെങ്കിലും നമ്മുടെ ആളുകൾക്ക് ഇതുവരെ നേരം വെളുത്തിട്ടില്ല.
അവരിപ്പോഴും കുറെ തിന്നുന്നു, കുറെ കുടിക്കുന്നു, കുറെ സിനിമ കാണുന്നു, കറങ്ങാൻ പോണു, ടൂറിന് പോണു, ആസ്വദിക്കുന്നു, ഫീസ്റ്റ് ആഘോഷിക്കുന്നു, പെരുന്നാൾ ആഘോഷിക്കുന്നു, ഇതൊക്കെ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ഈ പറഞ്ഞ പ്രവൃത്തികളൊക്കെ പിശാചിന് ശക്തി കൂട്ടും എന്നല്ലാതെ നമ്മുടെ കുടുംബങ്ങൾക്കോ നമ്മുടെ മക്കൾക്കോ നമ്മുടെ സഭയ്ക്കോ നമ്മുടെ പൗരോഹിത്യത്തിനോ നമ്മുടെ വിശുദ്ധ ജീവിതത്തിനോ ഉപകരിക്കുന്ന ഒരു പ്രവൃത്തിയും സത്യം പറഞ്ഞ ശരിക്കും നമ്മുടെ ആൾക്കാർ നമ്മൾ ചെയ്യുന്നില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, വളരെ സങ്കടമുണ്ട്. ഞാൻ പറയുകയാണെങ്കിൽ എൻ്റെ കൂടെ ഒരു ശമാശന്റെ അദ്ദേഹം പറയണം, നമ്മുടെ ബുക്കിംഗ് നമ്പർ വിളിച്ച് വേദനയോട് കൂടി പറയാം. അദ്ദേഹത്തിന് ആകെപ്പാട് ടെൻഷൻ ആവുമോ കേട്ടിട്ട്? ഓരോ നിമിഷം ഒന്ന് പറയാം, അച്ഛാ ഇങ്ങനെ സംഭവമുണ്ട്, പ്രാർത്ഥിക്കുന്ന വെച്ചാ അങ്ങനെയാണ്, ഇങ്ങനെയൊക്കെ. പിന്നെ ആരാധന ഇന്നലൊക്കെ ബ്രദർ വന്നിട്ട് ആരാധന ചാപ്പിടുന്നു തമിഴ്ന്ന് കിടക്കുക. പ്രിയപ്പെട്ട മക്കളെ, വേദനയോടുകൂടി പറയാം, നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കണം. എല്ലാ ദിവസവും വിശുദ്ധ മിഖായേൽ മാലാഖയുടെ ശക്തമായ സംരക്ഷണ പ്രാർത്ഥന പ്രാർത്ഥിക്കണം. വിശുദ്ധ യോസേപ്പ് പിതാവ് പരിശുദ്ധ അമ്മ, നാരകീയ സർപ്പത്തിലെ തലയെ തകർത്ത പരിശുദ്ധ അമ്മ ജപമാല മുടക്കരുത്. യോസേപ്പ് പിതാവിന്റെ വലിയ സാന്നിധ്യം മധ്യസ്ഥം പ്രാർത്ഥിക്കണം. പിശാചിയുടെ പേടി സ്വപ്നമാണ്. കർത്താവിന്റെ കരുണ ബലി. ഇത് കുർബാനയ്ക്കൊന്നും ആർക്കും വലിയ താല്പര്യമില്ല. അവർക്ക് ഇവിടെ കുറച്ച് പിള്ളേർ പാടാനൊക്കെ വരും, 6:00 കുർബാനയാ. അവര് ഒരു 6:30 കഴിഞ്ഞ് ഒക്കെ വരുള്ളൂ. കുർബാനയ്ക്ക് ശബ്ദമില്ല. കഴിഞ്ഞ ദിവസം നമ്മുടെ കാർമൽ യൂത്ത് ബാൻഡിന്റെ ഒരു പ്രാക്ടീസിനൊക്കെ ഞാൻ വിളിച്ചപ്പോൾ കുറെ പിള്ളേരൊക്കെ വന്നു, ചെയ്തുകൊണ്ടിരിക്കുക. ഇവര് വന്ന വ്യർത്ഥമായ ഭാഷണം പറയുമ്പോൾ എന്തൊരു ഒച്ച, അട്ടഹാസം, പെൺകുട്ടികൾ ഒച്ചപ്പാട്, ഭയങ്കര വർത്താനം, ഒച്ചപ്പാട് ബഹളം. അത് വരുമ്പോ പള്ളി വരുമ്പോ സൗണ്ടും ഇല്ല, ഒന്നുമില്ല. അവിടെ നിന്ന് പള്ളിയിലൊന്നും പോലും ചെരിയും കളിയും പറഞ്ഞ നമ്മുടെ മക്കൾക്ക് ഇന്ന് ചൈതന്യമില്ലാത്ത ബലിയർപ്പണങ്ങള്, ദൈവികമായ കാര്യങ്ങളോട് താല്പര്യമില്ല. ലോകത്തിന്റെ കാര്യങ്ങൾ റീൽ കണ്ടിരിക്കുക, അതുമായിട്ട് ബന്ധപ്പെട്ട് കോമഡി പറയാ, അയ്യോ വ്യർത്ഥവേഷം പറയാ, അതിനൊക്കെ 100 നാവാ. ദൈവികാരനെ യാത്രയിൽ പോലെ ഈ മക്കള് മൊബൈലും കണ്ട് ചിരിച്ചു കളിച്ചിരിക്കുന്ന ഒരു അവസ്ഥയാണെന്നാണ് കൂടുതൽ പറയുക. ഞാൻ പറഞ്ഞു വരിക, ഞാൻ ആരെയും കുറ്റം പറയുന്ന മക്കളെ, നമ്മുടെ മക്കൾക്ക് ഇന്ന് ദൈവികമായ ശക്തി, ചൈതന്യം, വിശുദ്ധ കുർബാന, ദൈവികമായ കാര്യങ്ങൾക്ക് പ്രാധാന്യമില്ലാതെ വരുമ്പോ പിശാച് നമ്മുടെ മക്കളെ പലതിനും കുടുക്കി അതുമായിട്ട് പിന്നെ ഈ പ്രവർത്തികൾ ചെയ്യുന്നവരുണ്ട്, അവരിലേക്കും അവരുമായിട്ട് ബന്ധപ്പെട്ട അവസ്ഥയിലേക്കും പെട്ടെന്ന് വീണു പോകുന്ന ഗതികെട്ട ദുരന്തം. കർത്താവേ, വളരെ സങ്കടമുണ്ട്. നിങ്ങൾ ഓരോ കാര്യം പറയുമ്പോഴും ഹൃദയം നുറുങ്ങി വേദനിക്കുന്നുണ്ട്. നമ്മുടെ മക്കളും നമ്മുടെ കുടുംബങ്ങളും നമ്മുടെ ബിസിനസ്സും ജോലിയും പഠനവും നമ്മുടെ പൗരോഹിത്യം ഇങ്ങനെ അച്ഛന്മാരെങ്ങനെ പിശാചി കണ്ണുകെട്ടി കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക. നിങ്ങൾക്ക് ഒത്തിരി കാര്യങ്ങൾ ഞാൻ തന്നെ പറഞ്ഞ്, ഈ പരിശുദ്ധ അഭിഷേകം അച്ഛന്മാർക്കും സിസ്റ്റേഴ്സിനും വേണ്ടി, അഭിമന്യ പിതാക്കന്മാർക്കും വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. ശരിക്കും പറഞ്ഞ നമ്മുടെ അച്ഛന്മാരും സിസ്റ്റേഴ്സും ഇടവക ദേവാലയങ്ങളും അഭിമന്യ പിതാക്കന്മാരും ഏൽപ്പിക്കപ്പെട്ട ദൗത്യം ഏൽക്കേണ്ട പോലെ ഏറ്റു ചെയ്താൽ ഈ ലോകത്തിൽ ഈ പ്രശ്നം പിശാചി ഇതുപോലെ കളിക്കില്ല. ഈ ദിവസങ്ങളൊക്കെ ദൈവവിളിയില്ലാന്ന് കന്യാസിമാർക്ക് വിളിയ, അച്ഛ പ്രാർത്ഥികൾ ദൈവവിളിയില്ലേ, അച്ഛന്മാർ ദൈവവിളിയില്ലേ, സഭയിൽ ദൈവവിളിയില്ലേ? ഞാൻ പറയും, ദൈവം വിളിക്കണമെങ്കിൽ വിളിക്കപ്പെട്ടവര് ആ വിളിച്ചവന്റെ ദൗത്യം ഡ്യൂട്ടി ചെയ്യണം. ദൈവം തമാശയ്ക്ക് വിളിക്കുന്നതല്ല. തിന്നാനും കുടിക്കാനും ആസ്വദിക്കാനും ടൂറ് പോകാനും പപ്പിപ്പാനും അല്ലെങ്കിൽ മറ്റു സുഖത്തിനു വേണ്ടി ദൈവം വിളിക്കുന്നതല്ല. ദൈവം വിളിക്കുന്ന ഉത്തരവാദിത്തമുണ്ട്. ആ ദൈവവിളി ആത്മാർത്ഥമായിട്ട് ചെയ്താൽ ദൈവം വിളിക്കും. ദൈവവിളിക്ക് വരുന്ന പേര് ദൈവവിളി എന്നാ. ദൈവം വിളിക്കണം. കുടുംബത്തിലേക്ക് പോലും ദൈവവിളി നഷ്ടപ്പെട്ടില്ലേ? പല മക്കൾക്കും കല്യാണമേ വേണ്ട, അച്ഛനും ആവണ്ട, കന്യാസ്ത്രീ ആവണ്ട, കല്യാണം കഴിക്കണ്ട, ഇതൊക്കെ ദൈവവിളിയാ. അതൊന്നും വേണ്ട. കാരണം വിളിക്കപ്പെട്ടവർ നല്ല കുടുംബജീവിതം ജീവിക്കുന്നില്ല, നല്ല അച്ഛന്മാരായി ജീവിക്കുന്നില്ല, നല്ല സിസ്റ്റേഴ്സായി ജീവിക്കുന്നില്ല. വിളിക്കപ്പെട്ട പിതാക്കന്മാർ നല്ല പിതാക്കന്മാരായി ജീവിക്കുന്നില്ല. വിളിച്ചവന്റെ മനസ്സറിഞ്ഞ് ദൗത്യം ചെയ്യുന്നില്ല. അതുകൊണ്ട് പിശാചി ഇവരൊക്കെ കുടുക്കിട്ടേക്കാണ്. ഞങ്ങളൊക്കെ പിശാചി കുടുക്കിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, സങ്കടം കൊണ്ട് അച്ഛനി പറയണേ, നമ്മൾ ചങ്കുപൊട്ടി പ്രാർത്ഥിക്കണം. കെട്ടുകൾ അഴിയട്ടെ, ബന്ധങ്ങൾ അഴിയട്ടെ, അവൻ കെട്ടിവെച്ച കെട്ടുകൾ തകരട്ടെ. കണ്ണുകെട്ടി കൊണ്ടുപോകുന്ന പിശാചിന്റെ അടിമകളായി മാറിയ വൈദികര്, സന്യസ്തര്, പിതാക്കന്മാര്, ക്രൈസ്തവ കുടുംബങ്ങള്, യുവമക്കള്, കുഞ്ഞുമക്കള് പിശാചിന്റെ വക്താക്കളായിട്ട് മാറിയിരിക്കുന്ന ഗതികെട്ട ദുരന്തം. കർത്താവേ, നമുക്ക് അരുണിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. മക്കളെ, ഇതുപോലെ മക്കൾ നശിച്ചു പോണ കാണുമ്പോഴും ഉറങ്ങി വിശ്രമിക്കുന്ന, തിന്നുകുടിച്ച് ആസ്വദിക്കുന്ന അനേകം പേരാണിന്ന് പൗരോഹിത്യത്തിലെ സന്യാസ ജീവിതത്തിലുള്ളത്.
കുടുംബത്തിലെ അപ്പന്മാരും അമ്മമാരും നമ്മുടെ മക്കളൊക്കെ. അതുകൊണ്ട് ഒത്തിരി ഉപവാസവും പ്രാർത്ഥനയും കൊണ്ടല്ലാതെ ഈ വർക്കം പുറത്തു പോകില്ല. പിശാച് അതുപോലെ അതിശക്തമായി പ്രവർത്തിക്കാൻ ഇടം കൊടുത്തു, മനുഷ്യൻ തന്നെ ഇടം കൊടുത്തു. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, വേദനയോടെയാണ് അച്ഛനെ പറയുന്നത്. ഇത്ര സങ്കടന്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംഭവിച്ചു പോകുന്നതിലൊക്കെ. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ മക്കളെ, നമ്മുടെ കുടുംബങ്ങളെ, നമ്മുടെ ജോലി മേഖലകളെ, നമ്മുടെ പൗരോഹിത്യത്തെ, നമ്മുടെ സഭയെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന പിശാച് അവന്റെ വക്താക്കളായി പലരെയും ഉപയോഗിച്ചുകൊണ്ട് അവന്റെ ആധിപത്യം സംസ്ഥാപിതമാക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യണ്ടേ? ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുക, കർത്താവിന്റെ ബലിയോഗ്യതയോടെ അർപ്പിക്കുക, ദൈവികമായ കാര്യങ്ങൾക്ക് വലിയ തീഷ്ണതയും പ്രാധാന്യം കൊടുക്കുക. പ്രഭാഷകൻ 27:3 പറഞ്ഞില്ലേ, ദൈവഭക്തിയിൽ ദൃഢതയും തീഷ്ണതയും ഇല്ലാത്തവന്റെ ഭവനം, പൗരോഹിത്യം, കുടുംബജീവിതം, സന്യാസ ജീവിതം, ജോലി മേഖല, ബിസിനസ് അതിവേഗം നശിക്കും. നമ്മൾ ആരുമാകട്ടെ, എന്തുമാകട്ടെ, എന്തു ചെയ്തോ, അടിസ്ഥാനം ദൈവഭക്തിയിൽ ദൃഢത, തീഷ്ണത. അതില്ലാത്ത അച്ഛന്മാരെ കൊണ്ടും കന്യാസിമാരെ കൊണ്ടും പിതാക്കന്മാരെ കൊണ്ടും അപ്പന്മാരെ കൊണ്ടും അമ്മമാരെ കൊണ്ടും യുവമക്കളെ കൊണ്ടും ജോലിയും ബിസിനസ്സും പഠനമൊക്കെ അതിവേഗം നശിക്കത്തേ ഉള്ളൂ. നശിക്കാതിരിക്കണോ? ഒറ്റ കഴിയും ചെയ്താൽ മതി. ദൈവഭക്തിയിൽ ദൃഢതയും തീഷ്ണതയുമുള്ള ഭവനം അതിവേഗം അനുഗ്രഹിക്കപ്പെടും. പ്രാർത്ഥിക്കാം മക്കളെ. ഇതിന്റെ ഈ അടിസ്ഥാനത്തിൽ ഇന്നത്തെ വിമോചന പ്രാർത്ഥനയില് പിശാച് അടിമപ്പെടുത്തി വെച്ച ഈ മേഖലകളിലുള്ള എല്ലാ ആധിപത്യങ്ങളെ, അവകാശങ്ങളെ, അരൂപികളെ കർത്താവിന്റെ നാമത്തില്, സഭയുടെ ഔദ്യോഗികമായ അധികാരത്തില് ബന്ധിച്ച് ബഹിഷ്കരിച്ച് പ്രാർത്ഥിക്കാണ്. ഒരു പിശാചിനും, ഒരു പിശാചിന സന്തതികൾക്കും നമ്മുടെ മക്കളെ, നമ്മുടെ കുടുംബങ്ങളെ, നമ്മുടെ ബിസിനസ്, ജോലി, പൗരോഹിത്യം, സന്യാസ ജീവിതം ഒന്നും പിടിച്ചെടുത്ത് അടക്കി ഭരിക്കാൻ ഇടയാകാൻ പാടില്ല. അതുപോലെ നമ്മൾ ഇന്ന് ഇന്നല്ല എന്നും പ്രാർത്ഥിക്കണം. ഈശോ അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ എല്ലാവരെയും അച്ഛൻ പ്രത്യേകം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം മക്കളെ. കർത്താവിന്റെ ശക്തി നമ്മിലും, നമ്മുടെ കുടുംബത്തിലും, നമ്മുടെ മക്കളിലും, കുടുംബ ജീവിതത്തിലും, യുവമക്കളിലും, പഠനത്തിലെല്ലാം പ്രകടമാകട്ടെ. ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യ ഈശോയെ, അങ്ങ് ഞങ്ങളോട് പറഞ്ഞു, പ്രലോഭനത്തിൽ വീഴാൻ ഇടയാക്കരുതേ എന്ന് പ്രാർത്ഥിക്കാൻ, ദുഷ്ടാരൂപി ഞങ്ങൾ രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കാൻ. കർത്താവേ, ഒത്തിരി തിന്മകൾ നിറഞ്ഞ ഈ ലോകത്തില് സാത്താൻ ഏതു വിധേനയും ഞങ്ങളെ, ഞങ്ങളുടെ കുടുംബങ്ങളെ, ഞങ്ങളുടെ മക്കളെ നശിപ്പിക്കാൻ വേണ്ടി ആലർന്ന സിംഹത്തെ പോലെ നടക്കുന്ന ഈ ലോകത്തില് അങ്ങയുടെ മക്കള് ജീവിക്കേണ്ട ജീവിതം അങ്ങ് തന്നെ ഞങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നല്ലോ. കർത്താവ്, ഇന്ന് പ്രത്യേകിച്ചും അതുമായിട്ട് ബന്ധപ്പെട്ട അടിമത്തങ്ങളെ, ബന്ധനങ്ങളെ തകർത്തെറിയുവാൻ അങ്ങയുടെ നാമത്തില് ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ മേല്, ഞങ്ങളുടെ കുടുംബത്തിന്റെ മേല്, ഞങ്ങളുടെ മക്കളുടെ മേല്, ഞങ്ങളുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ മേഖലകളുടെ മേലുമുള്ള പൈശാചിക സ്വാധീനങ്ങളെ, അവന് ലഭിച്ച അവകാശങ്ങളെ, അവന്റെ ആധിപത്യങ്ങളെ, അധികാരങ്ങളെ അവസാനിപ്പിച്ചുകൊണ്ട് വിമോചന പ്രാർത്ഥനയിലൂടെ അങ്ങയുടെ കുരിശു മനഃശക്തി ഞങ്ങളിലേക്ക് പ്രവഹിപ്പിച്ചുകൊണ്ട് കർത്താവേ, ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ഞങ്ങളുടെ മക്കളെയും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, പ്രത്യേകിച്ചും നമ്മുടെ കുടുംബങ്ങളെ, വിവാഹ ജീവിതത്തെ, മക്കളുടെ വിശുദ്ധ ജീവിതത്തെ വലിയ അഭിഷേകത്തില്, ഉദാശയുടെ സംരക്ഷണത്തില്, ദൈവകൃപയില്, കുടുംബത്തില്, മാതാപിതാക്കളുടെ അനുഗ്രഹത്തില് ജീവിക്കാനുള്ള വലിയൊരു ഭാഗ്യം നഷ്ടപ്പെടുത്തുന്ന പിശാചിന്റെ വശീകരണ ശക്തികള്, പ്രവൃത്തികള് കർത്താവേ, ഇതെല്ലാം ബന്ധിച്ച് ബഹിഷ്കരിച്ച് ഞങ്ങളുടെ മക്കളെ, ഞങ്ങളുടെ കുടുംബങ്ങളെ അവിടുന്ന് ഏറ്റെടുക്കണമേ, വിടിവിക്കണമേ. അങ്ങയുടെ പരിശുദ്ധാത്മ ശക്തിയാൽ നിറയ്ക്കണമേ, അങ്ങയുടെ ജീവന്റെ സമൃദ്ധിയാൽ നിറയ്ക്കണമേ എന്നും പ്രാർത്ഥിച്ചുകൊണ്ടും ഞങ്ങൾ ഈ വിമോചന പ്രാർത്ഥനയില് ഞങ്ങളെ, ഞങ്ങളുടെ കുടുംബങ്ങളെ, മക്കളെ തിരുമുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. നമുക്ക് ആരംഭിക്കാം വിമോചന പ്രാർത്ഥന കുരിശുവരയോടെ. തമ്പുരാനെ, വിശുദ്ധ കുരിശിന്റെ അടയാളത്താല് ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാൻ ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. മുഖ്യദൂതനായ വിശുദ്ധ മിഖായേലെ, സ്വർഗീയ സൈന്യങ്ങളുടെ പ്രതാപവാനായ പ്രഭു, ഉന്നത ശക്തികളോടും കീഴടഞ്ഞ ഈ ലോകത്തിലെ ഭരണകർത്താക്കളോടും ഉപരിതലത്തിലെ ദുരാത്മാക്കളുടെ യുദ്ധത്തിൽ ഞങ്ങളെ സഹായിക്കണമേ. ദൈവം സ്വന്തം ഛായയിൽ സൃഷ്ടിക്കുകയും വലിയ വില കൊടുത്ത് വീണ്ടെടുക്കുകയും ചെയ്ത മനുഷ്യരെ
പിശാചിന്റെ ക്രൂരഭാരം രക്ഷിക്കുവാൻ വരണമേ. അങ്ങയാണല്ലോ തിരുസഭ തന്റെ പരിപാലകരും സംരക്ഷകരുമായി സ്നേഹിക്കുന്നത്. കർത്താവ് രക്ഷിച്ച ആത്മാക്കളെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ട് പോകുവാൻ നിയുക്തനായിരിക്കുന്നത് അങ്ങ് തന്നെയാണല്ലോ. ആകിയാൽ ഞങ്ങളുടെ പാദങ്ങളുടെ കീഴിൽ പിശാചിനെ അടിപ്പെടുത്തുവാൻ സമാധാനദാതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. അവൻ ഒരിക്കലും മനുഷ്യനെ വഞ്ചിക്കുകയോ കീഴ്പ്പെടുത്തുകയോ ചെയ്യാതിരിക്കട്ടെ. കർത്താവിന്റെ കാരുണ്യം വേഗം ഞങ്ങളുടെ മേൽ ഉണ്ടാകുന്നതിനായി ഞങ്ങളുടെ യാചനകൾ അത്യുന്നതന്റെ മുമ്പിൽ സമർപ്പിക്കണമേ. ദുഷ്ടജന്തുവും പഴയ സർപ്പവുമായ സാത്താനെയും അവന്റെ സൈന്യത്തെയും പിടിച്ചുകെട്ടി പാതാളത്തിൽ തള്ളി താഴ്ത്തണമേ. അവൻ മേലിൽ ഒരിക്കലും അങ്ങയുടെ മക്കളെ, ജനങ്ങളെ, ഞങ്ങളുടെ വൈദികരെ, സന്യസ്തരെ, ഞങ്ങളുടെ കുടുംബങ്ങളെ, ഞങ്ങളുടെ യുവമക്കളെ, ദമ്പതിമാരെ കീഴ്പ്പെടുത്താതിരിക്കട്ടെ. ആമേൻ. വിശ്വാസ പ്രമാണത്തിന്റെ അടിസ്ഥാനത്തില് വിശ്വാസ പ്രമാണം ഏറ്റുപറഞ്ഞുകൊണ്ട് നമുക്ക് ഈ വിമോചന പ്രാർത്ഥന സ്വീകരിക്കാം. നമ്മുടെ കുടുംബത്തിന് വേണ്ടി, മക്കൾക്ക് വേണ്ടി, തലമുറയ്ക്ക് വേണ്ടി ഈ വിമോചന പ്രാർത്ഥന സ്വന്തമാക്കാൻ വേണ്ടി നമുക്ക് വിശ്വാസ പ്രമാണം ചൊല്ലി നമുക്ക് പ്രാർത്ഥിക്കാം. അതിനുമുമ്പ് ഒരു നിമിഷം കർത്താവിന്റെ സന്നിധിയിലേക്ക് നമ്മുടെ കുടുംബത്തെ, നമ്മുടെ പ്രിയപ്പെട്ടവരെ വലിയൊരു സംരക്ഷണത്തിന് വേണ്ടി സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈ പ്രാർത്ഥനയുമായിട്ട് ബന്ധപ്പെട്ട യാതൊരു ആധിപത്യങ്ങളോ ശക്തികളോ അരൂപികളോ സ്വാന്നിധ്യങ്ങളോ നമ്മുടെ വ്യക്തി ജീവിതങ്ങളെയോ കുടുംബത്തെയോ നമ്മുടെ മക്കളെയോ കാർമൽ ധ്യാന കേന്ദ്രത്തെയോ നമ്മളുമായിട്ട് ബന്ധപ്പെട്ട ആരെയോ ഒന്നിനെയും സ്വാധീനിക്കാതിരിക്കാൻ ഇടയാകട്ടെ. അതിനുവേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവേ, ശക്തനായ സർവേശ്വര, നല്ലവനായ ദൈവമേ, കൃപാപൂർണനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾ കേണപേക്ഷിക്കുന്നു. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ, അവന്റെ എല്ലാ സൈന്യങ്ങളും ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. വിശ്വാസപരമായിട്ട് പറയും. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തെ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത്ത് ഭാഗത്ത് ഇരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സർവശക്തനും പിതാവുമായ ദൈവത്തിന്റെ നാമത്തിലും അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായുടെ നാമത്തിലും ജീവദായകനായ പരിശുദ്ധാത്മാവിന്റെ ശക്തിയോടും കൂടെ പരിശുദ്ധ കന്യകാമറിയത്തിന്റെയും വിശുദ്ധ യൗസേപ്പ് പിതാവിന്റെയും മുഖ്യദൂതനായ വിശുദ്ധ മിഖായേലിന്റെയും സകല മാലാഖമാരുടെയും വിശുദ്ധരുടെയും മാധ്യസ്ഥതയിൽ ആശ്രയിച്ചുകൊണ്ടും വിശുദ്ധ മാമോദീസായിലൂടെയും വിശുദ്ധ പൗരോഹിത്യത്തിലൂടെയും എനിക്ക് ലഭിച്ചിരിക്കുന്ന ആത്മീയ കൃപയിലും ശക്തിയിലും അധികാരത്തിലും ആശ്രയിച്ചുകൊണ്ടും എല്ലാ ദുഷ്ടാരൂപികളോടും ദുഷ്ടശക്തികളോടും ഞാൻ ആജ്ഞാപിക്കുകയും കൽപ്പിക്കുകയും ചെയ്യുന്നു. പൈശാചിക ശക്തികളെ, നാരകീയ ശക്തികളെ, തിന്മയുടെ ആധിപത്യങ്ങളെ, ദൈവത്തിന്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യ മക്കളുടെ ജീവിതത്തിൽ തീരാവ്യാധികളും ദുഃഖങ്ങളും രോഗങ്ങളും പീഡകളും കഷ്ടതകളും ദുരിതങ്ങളും ആപത്തുകളും അപകടങ്ങളും ഉണ്ടാക്കുന്ന എല്ലാ ശക്തികളെ തെറ്റായ തീരുമാനങ്ങളിലേക്കും തെറ്റായ തോന്നലുകളിലേക്കും നയിക്കുന്ന സ്വാധീനങ്ങളെ, വശീകരണ യന്ത്രങ്ങളെ, മന്ത്രവാദങ്ങളെ, കൂടോത്രങ്ങളെ, സർപ്പദോഷങ്ങളെ, അശുദ്ധാത്മാക്കളെ, ശാപങ്ങളെ, കൈവിഷ ശക്തികളെ ഹലാലിലൂടെയും പൈശാചിക ഭക്ഷണ പദാർത്ഥങ്ങളിലൂടെയും ഞങ്ങളുടെ മക്കളിലേക്കും പല പല സമ്മാനങ്ങളിലൂടെ ഞങ്ങളുടെ മക്കളിലേക്ക് കുടുംബത്തിലേക്ക് കടന്നു വന്നിരിക്കുന്ന പൈശാചിക ശക്തികളെ കർത്താവായ യേശുവിന്റെ പരിശുദ്ധമായ നാമത്തിലും
ശക്തിയിലും അധികാരത്തിലും ആശ്രയിച്ചുകൊണ്ട് നിങ്ങളെ ഞാൻ ശാസിച്ച് ബന്ധിക്കുകയും നിർവീര്യമാക്കുകയും ഈ മക്കളിൽ നിന്നും, ഇവരുടെ ജീവിത വഴികളിൽ നിന്നും, കുടുംബത്തിൽ നിന്നും, ഇവരുടെ പ്രിയപ്പെട്ട മക്കളിൽ നിന്നും ഉച്ചാടനം ചെയ്യുകയും കർത്താവായ യേശുവിന്റെ കുരിശിന്റെ പാദത്തിങ്കിലേക്ക് അയക്കുകയും ചെയ്തു. ഇനിമേൽ ഇവരെയോ ഇവരുടെ ജീവിതത്തെയോ അസ്വസ്ഥതപ്പെടുത്തരുതെന്ന് കർത്താവിന്റെ നാമത്തിൽ നിങ്ങളോട് ഞാൻ കൽപ്പിക്കുന്നു. സർവശക്തനും പിതാവുമായ ദൈവമേ, അങ്ങയുടെ പരിശുദ്ധമായ നാമം വിളിച്ചപേക്ഷിക്കുന്ന അങ്ങയുടെ ഈ മക്കളുടെ മേൽ കരുണയായിരിക്കണമേ. കർത്താവായ ദൈവമേ, അങ്ങയുടെ മുമ്പാകെ നിൽക്കുന്ന ഈ മക്കളുടെ, ഇവരുടെ പ്രിയപ്പെട്ടവരുടെ ആത്മാവിനെയോ മനസ്സിനെയോ ശരീരത്തെയോ ജീവിതത്തെയോ ജീവിത സാഹചര്യങ്ങളെയോ സാമ്പത്തിക മേഖലകളെയോ ജോലി മേഖലകളെയോ കുടുംബ ജീവിതത്തെയോ പഠനത്തെയോ ബന്ധിക്കുന്ന എല്ലാ തിന്മയുടെ ശക്തികളെയും, രോഗങ്ങളും പീഡകളും ആപത്തുകളും അപകടങ്ങളും നാശങ്ങളും ഉണ്ടാക്കുന്ന എല്ലാ അന്ധകാര ശക്തികളെയും, അധമ വികാരങ്ങളും വിദ്വേഷ വൈരാഗ്യങ്ങളും കലഹങ്ങളും ഭിന്നതകളും സംശയങ്ങളും തെറ്റായ തീരുമാനങ്ങളും ഉണ്ടാക്കുന്ന എല്ലാ ദുഷ്ടാരൂപികളെയും, ദുരാസക്തികളും ദുഷ്ചിന്തകളും ദുഷ്പ്രവൃത്തികളും ഉളവാക്കുന്ന എല്ലാ ദുഷ്ടാത്മാക്കളെയും, എല്ലാ തിന്മകളുടെയും വഞ്ചനകളുടെയും ഉറവിടവുമായ സാത്താനെയും അവന്റെ സൈന്യങ്ങളെയും അങ്ങയുടെ പ്രിയപുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാമത്തിലും ശക്തിയിലും അധികാരത്തിലും ആശ്രയിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ഞാൻ ശാസിക്കുകയും ബന്ധിക്കുകയും നിർവീര്യമാക്കുകയും ഇവരുടെ ആത്മാവിൽ നിന്നും മനസ്സിൽ നിന്നും ശരീരത്തിൽ നിന്നും ജീവിത സാഹചര്യങ്ങളിൽ നിന്നും കുടുംബത്തിൽ നിന്നും മക്കളിൽ നിന്നും കുടുംബ ജീവിതത്തിൽ നിന്നും ഉച്ചാടനം ചെയ്യുകയും കർത്താവിന്റെ കുരിശിന്റെ ചുവട്ടിൽ സമർപ്പിക്കുകയും ചെയ്യുന്നു. ഇനി ഒരിക്കലും ഇവയൊന്നും അങ്ങയുടെ മുമ്പാകെ നിൽക്കുന്ന ഈ മക്കളെയോ ഇവരുടെ കുടുംബങ്ങളെയോ ഇവരുടെ പ്രിയപ്പെട്ട മക്കളെയോ അസ്വസ്ഥതപ്പെടുത്താതിരിക്കട്ടെ എന്ന് കർത്താവേ അങ്ങയുടെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവായ യേശുവിന്റെ തിരുരക്തം ഈ മക്കൾക്കും ഇവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ടവർക്കും കാവലായിരിക്കട്ടെ. അവിടുത്തെ വിശുദ്ധ കുരിശിന്റെ അടയാളം ഇവർക്ക് സംരക്ഷണമായിരിക്കട്ടെ. അങ്ങയുടെ ജീവദായകമായ പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇവരെ വലയം ചെയ്യുകയും എല്ലാ തിന്മയുടെ ശക്തികളിൽ നിന്ന് ഇവരെ സംരക്ഷിക്കുകയും ചെയ്യട്ടെ. നിത്യകന്യകയായ പരിശുദ്ധ കന്യകാ മറിയത്തിന്റെയും മുഖ്യദൂതനായ വിശുദ്ധ മിഖായേലിന്റെയും സകല മാലാഖമാരുടെയും വിശുദ്ധരുടെയും രക്തസാക്ഷികളുടെയും വന്ദകരുടെയും മാധ്യസ്ഥവും സംരക്ഷണവും സാന്നിധ്യവും ഇവർക്കും ഇവിടെ ജീവിതമായി ബന്ധപ്പെട്ടവർക്കും കാവലായിരിക്കുകയും ചെയ്യട്ടെ. ഇതുവഴി അങ്ങയുടെ ഈ മക്കൾ സൗഖ്യവും ശക്തിയും വിടുതലും പ്രാപിച്ച് അങ്ങേക്കും അങ്ങയുടെ പ്രിയപുത്രനും പരിശുദ്ധാത്മാവിനും എന്നും എന്നേരവും സ്തുതിയും സ്തോത്രവും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ യോഗ്യരായി തീരുകയും ചെയ്യട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. കർത്താവിന്റെ തിരുസന്നിധിയിലേക്ക് വലിയ വിടുതലിനും വിമോചനത്തിനും വേണ്ടി നമ്മുടെ മക്കളെയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ എല്ലാ അവസ്ഥകളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കേണ്ട മക്കളെ, ഈശോയാണ്, ഈശോയുടെ മുമ്പിലാണ്, ഈശോയുടെ നാമത്തിന്റെ ശക്തിയിലാണ് സാത്താന്റെ ആധിപത്യങ്ങൾ തകർക്കപ്പെടുക. വേറെ ആർക്കും ഇവന്റെ ആധിപത്യങ്ങളെ അധികാരങ്ങളെ തകർക്കാൻ പറ്റില്ല. ഒരു രാജ്യത്തിനോ ഒരു സൈന്യത്തിനോ ഒരു പോലീസിനോ ഒരു കോടതിക്കോ ഈ ലോകത്തിലെ ആർക്കുമോ ഒരു ശക്തിക്കോ പിശാചിന്റെ ആധിപത്യങ്ങൾ തകർത്തെറിയാൻ പറ്റില്ല. അത് ഈശോയ്ക്ക് മാത്രമേ പറ്റൂ. കർത്താവിന്റെ കുരിശുമരണത്തിന് മാത്രമേ പറ്റൂ. കുരിശിലാണ് വിജയം, സാത്താന്റെ മേൽ വിജയം. ആധിപത്യങ്ങളെയും അധികാരങ്ങളെയും നിരായുധമാക്കി അവയെ അവഹേളനപാത്രമാക്കിയ കർത്താവിന്റെ കുരിശിലെ വിജയം അവകാശപ്പെട്ട് പ്രാർത്ഥിക്കും. നമ്മുടെ മക്കളെ വിടുവിച്ച്, നമ്മുടെ കുടുംബങ്ങളെ വിടുവിച്ച്, നമ്മുടെ സാമ്പത്തിക ജോലി ബിസിനസ് എല്ലാ മേഖലകളെയും വിടുവിച്ചുകൊണ്ട് കർത്താവിന്റെ ശക്തിയും കൃപയും സംരക്ഷണവും നിറയപ്പെടാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് അവിടുത്തെ ആശീർവാദത്തിന് വേണ്ടി നമുക്ക് ഈ സമയം പ്രാർത്ഥിക്കാം.
പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി സകലേശാ ദിവ്യ കടാക്ഷം തൂകണമേ വത്സല സുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. ഈ ആശീർവാദ സമയത്ത് വിശുദ്ധ കുർബാനയിൽ നിന്ന് കർത്താവിന്റെ കുരിശിലെ വിജയത്തിന്റെ ശക്തി നമ്മിലേക്കും നമ്മുടെ കുടുംബത്തിലേക്കും നമ്മുടെ മക്കളിലേക്കും നമ്മൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഓരോ മക്കളിലേക്കും നിറയപ്പെടാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഇരു കരങ്ങളും ഉയർത്തി കർത്താവിന്റെ ആശീർവാദ ശക്തി, ഈ കുരിശുമാനത്തിന്റെ ശക്തി ആവാഹിച്ചെടുത്ത് സ്വന്തമാക്കി പ്രാർത്ഥിച്ച മക്കളെ, ഹല്ലേലൂയ, യേശുവേ നന്ദി, കർത്താവേ യേശുവേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇവിടെ മക്കൾ, ഇന്ന് രണ്ടാം ശനിയാഴ്ചയാണ്. കാർമൽ ധ്യാനകേന്ദ്രത്തിൽ രാവിലെ 9:30 മുതൽ 2 മണി വരെ ശുശ്രൂഷയുണ്ട്. അത് ലൈവായിട്ടുണ്ടാവും. നമ്മളതിലൊക്കെ പങ്കുചേരുക. നമ്മുടെ അടുത്ത ധ്യാനം 15, 16, 17. ആരെങ്കിലും ബുക്ക് ചെയ്യാനുണ്ടെങ്കിൽ ബുക്ക് ചെയ്യുക. 14-ാം തീയതി നമ്മുടെ നൊവേന അവസാനിക്കും. 15-ാം തീയതി തുടങ്ങി ഇവിടെ ധ്യാനമാണ്. നല്ലൊരു സമയമാണ്. സാധിക്കുന്നവരൊക്കെ പങ്കെടുക്കുക. അതോടൊപ്പം തന്നെ 19 മുതൽ 22 വരെയാണ് നമ്മുടെ മക്കൾക്ക് വേണ്ടിയുള്ള ഈ ധ്യാനം, ഫിനഹസ് 2026. അതിലേക്ക് നിങ്ങളുടെ മക്കളൊക്കെ പങ്കെടുക്കാൻ സാധിക്കുന്നവർ നേരത്തെ കൂട്ടി ബുക്ക് ചെയ്യുക. വലിയ പ്രാർത്ഥനയോടുകൂടി ആയിരിക്കാം. ഞായറാഴ്ച മുതൽ ഞായർ, തിങ്കൾ, ചൊവ്വ ഡോൺ ബോസ്കോ ഇരിങ്ങാലക്കുട ദേവാലയത്തെ ധ്യാനമാണ്. വൈകുന്നേര കൺവെൻഷനുകളാണ്. അതിനുവേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുക. ഈ മാസം അവസാനം മാടയിൽ നിന്നൊരു സ്കൂളിലെ കുട്ടികൾ ഇവിടെ നിന്ന് ധ്യാനിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ നിത്യാരാധന ചാപ്പലി വന്ന് പ്രാർത്ഥിക്കാൻ പറ്റുന്നവരൊക്കെ നിങ്ങളുടെ സ്ഥലത്ത് അല്ലെങ്കിൽ ഇവിടെയൊക്കെ വന്നിരുന്ന് പ്രാർത്ഥിക്കുക. ദിവസങ്ങളിൽ ഞാൻ പറഞ്ഞില്ലേ, ശക്തമായി പ്രാർത്ഥിക്കേണ്ട കാലഘട്ടമാണ് മക്കളെ. കർത്താവിന്റെ ശക്തി പ്രകടമാക്കിയെടുക്കാൻ വേണ്ടി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഈശോ അനുഗ്രഹിക്കട്ടെ. അച്ഛനു വേണ്ടി പ്രാർത്ഥിക്കണേ. കാർമൽ ധ്യാനകേന്ദ്രത്തിന് വേണ്ടി പ്രാർത്ഥിക്കണേ. വലിയ ശുശ്രൂഷകൾക്ക് വേണ്ടി കർത്താവിന്റെ വലിയ ഇടപെടൽ ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കാം. പിന്നെ ഒരു കാര്യത്തിൽ പ്രാർത്ഥിക്കാം, കർത്താവിന്റെ മഹത്വത്തിനും ചൈതന്യത്തിന് നിരക്കാത്ത ഒരു കാര്യങ്ങളും ഈ കാർമൽ ധ്യാനകേന്ദ്രത്തിൽ സംഭവിക്കാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കും. അതിന് പറ്റിയ ശുശ്രൂഷകർ ഇവിടെ വരണം, വൈദികർ ഇവിടെ വരണം. അതിന് പറ്റാത്ത ഒരുവൻ പോലും ഈ ആലയത്തിലേക്ക് കടന്നു വരരുത്. കാരണം പിശാച് ഈ ആലയത്തെ നമ്മുടെ ശുശ്രൂഷ നശിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ട് അതിന് കാരണമാകുന്ന ഒരു വ്യക്തിയും, ആരുമാകട്ടെ, വൈദികരാകട്ടെ, സന്യസ്തരാകട്ടെ, അൽമായരാകട്ടെ, ശുശ്രൂഷകരാകട്ടെ, ഇവിടെ വരാൻ പാടില്ല. അത് ഭയങ്കര ഒരു കാര്യമാണ്. നിങ്ങൾ ആ ഒരു നിയോഗം വെച്ച് ഈ ആലയത്തിന് വേണ്ടി, അച്ഛന് വേണ്ടി കൂടി പ്രാർത്ഥിക്കണേ. നിങ്ങളെല്ലാവരെയും